ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ചെറുതായിട്ടൊന്ന് നാട്ടിൽ പോയി വരാൻ പോവുകയാണ്. ഒരു പ്ലാനിങ് ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ ഒന്ന് നമ്മൾ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾക്കായിട്ട് ഒന്ന് ജസ്റ്റ് 7 ദിവസത്തിന് നാട്ടിൽ പോവാണ്. ആ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇത് റെഡിയായി സെറ്റായി ഞങ്ങളിവിടെ ഇരിക്കുന്നു. അപ്പുണ്ണി ഇത് എവിടെ ഉണ്ട്? അപ്പുണ്ണിയെ ഏതാണ് നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കളൊന്നും ഇല്ല. ഇതിൽ കുറച്ച് ഞങ്ങളുടെ ഡ്രസ്സും പിന്നെ കുറച്ച് പെട്ടെന്നായാലും കുറച്ച് സാധനങ്ങളും എക്സ്ട്രാ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത്രയ്ക്കില്ല, നമ്മുടെ വീട്ടിലേക്ക് മാത്രം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്യണം. ദുബായിൽ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പോൾ 7 മണിക്ക് ഇറങ്ങുന്നുണ്ട്. ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്. എന്നാലും ട്രാഫിക്കും കാര്യങ്ങളും സ്കൂളൊക്കെ തുറന്ന കാരണം ട്രാഫിക് ഉണ്ടാകാൻ സാധ്യത കൂടുതൽ. അപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ 7 മണിക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ 1 മണിക്ക് ഫ്ലൈറ്റ് കയറി നമ്മൾ ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും നൈറ്റൊക്കെ ആകുമ്പോഴേക്കും വീട്ടിലെത്തുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല എക്സൈറ്റഡ് ആണ്. ഞാൻ 6 മാസത്തെയാണ് ഇപ്പോൾ നാട്ടിൽ പോകണത്. അപ്പുണ്ണി 1 കൊല്ലത്തിട്ട്. അപ്പം ഇനി ബാക്കി വീഡിയോ നമുക്ക് പോണ വഴി കൂടെ കാണാം. അങ്ങനെ ഒരാഴ്ചക്ക് നാട്ടിലോട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽസ് ഒക്കെ മൊത്തം പറയാം. നമ്മളൊട്ടും പ്ലാനഡ് ആയിരുന്നില്ല, പെട്ടെന്ന് തന്നെയാണ് കാര്യങ്ങൾക്ക് വേണ്ടി പോവാണ്. ഹെൽത്ത് വൈസ് ഇപ്പൊ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ബ്ലോഗ് ഒന്നുകൂടി ശക്തിപൂർവ്വം സ്റ്റാർട്ട് ചെയ്യണമായിരിക്കും. ഈ കുക്കിംഗ് ബ്ലോഗിനെ മാറി കുറച്ച് ട്രാവൽ ബ്ലോഗൊക്കെ ആഡ് ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ പോണ വഴി കാണാം. ഞങ്ങളിത് എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. ടെർമിനൽ 1 വഴിയാണ് പോണത്. എയർ ഇന്ത്യയാണ് കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി 10 മണിക്കാണ് ചെക്കിൻ. സമയമുണ്ട്. ഞങ്ങൾ 8:30 കഴിഞ്ഞ് 8:45 എത്തുമ്പോൾ സമയമുണ്ട്. ഇഷ്ടംമാതിരി സമയമുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ വരുന്ന വഴിയൊക്കെ നല്ല തിരക്കായിരുന്നു. ഇപ്പോഴും നല്ല തിരക്കുണ്ട്. അതിന് ഞങ്ങൾ ഈ ബാക്കി പരിപാടി ഇവിടെ ഇല്ലേ, കുറച്ച് മീനൊക്കെ പോകണം. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അത് ചെയ്യണം. ദുബായ് എയർപോർട്ട്. ഞങ്ങൾക്ക് സോൺസി അല്ലേ, സോൺസിയിലേക്ക് നടക്കണം കേട്ടോ. ഇവിടെ വിജനതയിൽ എയർപോർട്ട്, അവിടെ ഭയങ്കര തിരക്കും. എന്താണ് പുണീർ, എന്താണ് മിസ്സായത്? എന്താണ് പുണീർ മിസ്സായത്? വ്ളോഗെടുക്കൂടെ കഷ്ടപ്പാട്, എന്തൊക്കെ നോക്കണം. സോൺസി ഇവരെന്നോടും ഒക്കെ നമ്മൾ ഇത്തിരി നടത്തിയപ്പോഴും അതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെക്കിനൊക്കെ കഴിഞ്ഞതേ ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം കൂടി ഉണ്ട്. മുട്ടി ഇങ്ങനെ കണ്ടൊക്കെ രാവിലെ എനിക്ക് ഒരുങ്ങി പിടിച്ച് വന്നപ്പോൾ ഞങ്ങൾ റെഡി ആയില്ല. അതാണ് എപ്പോഴും ഇപ്പുറത്തുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞത് ഇരിക്കുന്നത്. നമുക്ക് 11:30 ആട്ടാ എൻട്രി. വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഭക്ഷണം കഴിക്കലൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇഷ്ടംമാതിരി ആൾക്കാരാണ് ഇരിക്കുന്നത്, നിൽക്കുന്നുണ്ട്. ഗൈസ് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കട്ട പോസ്റ്റ്. ഇനി ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ട്. അപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാൻ വെച്ചിരിക്കും. നമ്മൾ വെള്ളം മേടിച്ചു കേട്ടോ. വെള്ളം മേടിച്ചു. കുറച്ച് തണവ് വരച്ച് കുടിക്കാൻ വെച്ചിട്ട് ചെയ്യാതെ വെള്ളം കാരണം എടുക്കാൻ കുറച്ച് പണി കിട്ടും. പ്ലാസ്റ്റിക് നോട്ടായതുകൊണ്ട് അവിടെ കയറിയില്ല വെൻഡിങ് മെഷീനിൽ. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. നമ്മുടെ ഗേറ്റ് ഇതല്ല, നമുക്ക് വരും 11:30 ആകുമ്പോഴേ അവിടെ നിന്ന് കൊച്ചിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഇങ്ങോട്ട് വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം ഗേറ്റ് നമ്പർ അവിടെ വരും. എന്നിട്ട് വേണം കയറാം. 12:00 ആയിരിക്കും ബോഡി നടക്കാം. അപ്പം പിന്നെ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. നാട്ടിലെത്തേണ്ട എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. പിന്നെ 7 ദിവസമല്ലോ പെട്ടെന്ന് വരാറാവുമ്പോൾ.
എടുത്തിരിക്കുകയാണ് D90. ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്നു. തണുപ്പുണ്ട് എന്നിട്ട് അതിട്ടത്. അപ്പം ഏസിട്ടിട്ടേ അതൊന്നും അല്ലാണ്ട് വെയിൽ തണവല്ലേ ഇതിട്ടു എന്നുള്ള. ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര തണവായിരിക്കും. അപ്പം എനിക്ക് സുഖമായിട്ടുണ്ട്. മുപ്പര് എടുത്തില്ലേ സാധനം. തണുത്ത് ഇവിടെ മരവിക്കുന്നുണ്ടിരുന്നു. അവള് സെലക്ട് ചെയ്ത ഷർട്ടാ ഹാഫ് എന്നോട് എന്തൊരു ദേഷ്യം ഉണ്ട്. അതിങ്ങനെ തീർക്കണം. ഞാൻ ജാക്കറ്റ് വെച്ചിട്ട് തന്നു. ജാക്കറ്റ് സ്റ്റോപ്പില്ല. നിന്റെ മൂപ്പര് എടുത്തില്ല ചേട്ടാ. എൻ്റെ ഒന്ന് മേടിക്കുന്നു. എനിക്കാണ് തണങ്ങുമ്പോൾ തണവാങ്ങാൻ പുറവായാൽ മതി. അത് അപ്പം ഇനി ഞെരിക്കണ്ട. കുറച്ച് പേരൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഫ്ലൈറ്റ് വെയിറ്റിംഗ് ഫോർ ഫ്ലൈറ്റ്. ഞങ്ങൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ട വെയിറ്റിംഗ്. ഇതൊക്കെ പറഞ്ഞു ചെറുതായിട്ട് അപ്പണി റിങ് ഒന്ന് കഴിയുമ്പോൾ ഊരിപ്പോയിരുന്നു. തപ്പാനൊന്നും വെഡിങ് റിങ് ഒന്ന് ഊരിപ്പോയി കഴിയുമ്പോൾ അത് ബാഗിൽ നിന്നാണ് കിട്ടിയത്. അപ്പം നമ്മൾ കയറാൻ നിൽക്കുകയാണ്. ഇത് പെട്ടെന്നായിട്ടാ കാര്യങ്ങൾ അല്ലേ? ഫാസ്റ്റായി. നമ്മുടെ ഫ്ലൈറ്റ് എവിടെ? നമ്മുടെ ഫ്ലൈറ്റിക്കല്ലേ കയറാൻ പോകുന്നു. നമ്മുടെ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നു. എയർ ഇന്ത്യ. എൻ്റെ മുന്നേ കുട്ടി പൊളിഞ്ഞ പോയിത്ത എയർ ഇന്ത്യ. ബോർഡിംഗ് പാസ്. ഇറങ്ങി പോകേണ്ട സന്തോഷം. വേഗം നാട്ടിലെത്താല. ഇടയ്ക്കൊക്കെ ഒരു തോന്നുന്നത് നമുക്ക് ഡിയാവും. ലെഗ് സ്പേസ് ഉണ്ട്. പക്ഷെ എന്തോ ഒരു മെയിൻ്റനൻസ് കുറവുണ്ട് ഫ്ലൈറ്റിന്. പുറത്തേക്കുള്ള വ്യൂ ഇതാണ്. പുറത്തേക്കുള്ള വ്യൂ അവിടെ എടുക്കുന്നുണ്ട് ഒരു ഫ്ലൈറ്റ്. ഒരു അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്. 3 മണിക്കൂറിനുള്ളിൽ എത്തിക്കുന്നത് കൊച്ചിയിൽ. നമ്മൾ സന്തോഷത്തിലാണ്. വേഗം നാട്ടിലെത്താൻ. ഭക്ഷണം വരും, പുറകെ വരും കേട്ടോ. ഇതാണ് ക്രഞ്ചിക്കോ. ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും തിന്ന് തീർക്കുന്നു. തീർത്ത് ഞാൻ ഈ പരിസരത്തോട്ട് വരില്ല. ഞാൻ ഫ്രീ ആയിട്ട് നോക്കിയിട്ടുണ്ടെന്ന് 3 പാക്കറ്റ് കൂടി മേടിച്ചു. ആപ്പിൾ ജ്യൂസ് കുടിച്ചു. വൈനവിടെ ഇരിക്കുന്നുണ്ട്. വിളിച്ചപ്പോ അവര് 5-6 എടുത്ത് തരുന്നത് വിളിക്കില്ലെന്നുണ്ട്. എന്താ ചെയ്യാ? വിശന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അങ്ങനെ രാവിലെ ഫുഡ് കഴിച്ചാണ്. പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിലുണ്ടെന്ന് വെച്ചിട്ട് പിന്നെ കഴിച്ചില്ല. അപ്പൊ നമ്മുടെ ഫുഡ് എത്തിയിരിക്കുകയാണ്.
മറ്റേ ബർഗർ പിന്നെ കേട് തൈര് വന്നിട്ടുണ്ട്, പിന്നെ ഒരു കുപ്പി വെള്ളം, പിന്നെ അമൂലിൻ്റെ ബട്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഫുഡ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകുന്നത്. താങ്ക് യു എയർ ഇന്ത്യ. ഫുഡ് അടി കഴിഞ്ഞാൽ ഫുഡ് അടി കഴിഞ്ഞ് ഇനി ഒന്നും ഉറങ്ങണം അല്ല, ചായ വന്നിട്ടുണ്ട്. ഓ പ്രതീക്ഷകളെക്കാളും മേലെ പോയി ഫുഡിങ് ചെയ്ത് പറയാം. പിന്നെ ഒന്നും ഉറങ്ങട്ടെ. ഞാൻ ബോറടിച്ചിട്ട് ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. ടൈം പോവാൻ വേണ്ടി. ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് എവിടെ ഉണ്ട്? ഗെയിം കളിക്കട്ടെ കേട്ടോ, എത്തണ വരെ. കൊച്ചി എയർപോർട്ടിൽ അടുത്ത പുണ്യം ഞാൻ കഥകൾ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ് ഞങ്ങളൊരു സന്തോഷപൂർവ്വം നടത്തിരിക്കും. അപ്പോൾ ഞാൻ നാട്ടിൽ എന്താണ് സന്തോഷം ഇല്ലേ? സന്തോഷമുണ്ട്. 2 ദിവസം കഴിയട്ടെ. ലഗേജ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലഗേജ് അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി ഫ്രഷായി ഇതൊക്കെ എടുക്കാൻ പോകും. ഭക്ഷണമൊക്കെ കഴിച്ച് അച്ഛൻ്റെ അമ്മ കുറച്ച് സ്നേഹവും ലാളനയെ കിട്ടി അല്ലേ? അപ്പോൾ സന്തോഷം. അങ്ങനെ പുണ്ണി കിടന്നു. ഞാനും കിടക്കാൻ പോണ്. ഇനി ബാക്കി പരിപാടിയൊക്കെ നാളെ. അപ്പോൾ നാളെ നമുക്കൊരു വ്ളോഗായിട്ട് വരാം. അതിൻ്റെ കണ്ടിന്യൂഷൻ വേണ്ടല്ലോ, നാളെ ഒരു വ്ളോഗായിട്ട് വരാം. അപ്പം ഓക്കെ. അപ്പം ഞാൻ ഇതിൽ ശ്രദ്ധിക്കണ്ടേ വ്ളോഗ് എടുക്കുമ്പോൾ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.